Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം സമയവും വേണ്ട. നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് സവാളയും കട്ട് ചെയ്തെടുക്കാനും കുറച്ച് സമയം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള സമയം മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പച്ചമുളക് മാത്രം 4 എടുത്തിട്ടുണ്ട്. പച്ചമുളക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങും സവോളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നതിനേക്കാൾ തിന്നായിട്ട് കട്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്യാം. നമ്മളൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്യാമോ അതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് വെള്ളം ഒഴിച്ചൊന്നല്ല വേവിക്കുന്നത്. വേവിക്കുമ്പോൾ വെന്ത് വരാൻ സമയം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ആവിയിൽ കുക്കായി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവോള കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തിന്നായിട്ട് കട്ട് ചെയ്യരുത് സവോള. ഈ ഉരുളക്കിഴങ്ങും സവോളയും കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. തിന്നായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുക, പക്ഷെ സവോള തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. സവോള കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാൻ കട്ട് ചെയ്യില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അടുത്ത ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം സവോള കട്ട് ചെയ്യുന്നത് പറയാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സവോള നമുക്ക് കട്ട് ചെയ്യാം. സവോള കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യുക, പിന്നെ ഒന്ന് കുറുകെ കട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് തിക്കായിട്ട് നമ്മൾ സവോള മെഴുക്കുരുട്ടിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ രീതിയിലൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സവോളയുടെ ഈ ഒരു ഹാർഡായിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഇതുപോലെ സവോള മെഴുക്കുരുട്ടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ സവോള പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കുക്കായി കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് 2 സവോള വേണമെന്നുണ്ടെങ്കിൽ 2 സവോള ചേർക്കാം കേട്ടോ. നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്ത പോലെ തന്നെ 2 സവോള വേണമെന്നുണ്ടെങ്കിൽ 2 സവോള ചേർക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങിക്കോളും. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. അത് നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് പച്ചമുളക് എത്രയാണെന്നുള്ളത് ചേർക്കുക. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാം ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നത്. 2ആയിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പരിപാടി. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് മെഴുക്കുവരട്ടി റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മെഴുക്കുവരട്ടി ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഉപ്പ് ആദ്യം ചേർക്കരുത്. ഉപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് 1/4 ഭാഗം കുക്കായി വന്നിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങ് സവോളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അത് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം.
അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും റെഡിയായി വരാനായിട്ട് ഈ ഒരു മെഴുക്കുപുരട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക. ഇപ്പോഴല്ല, 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ചെറുതായിട്ട് കട്ടായി തുടങ്ങുന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ മാത്രം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വെക്കട്ടെ. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുക്കായി വരാൻ കൂടുതൽ സമയം എടുക്കും. ഇതുപോലെ ഇരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് കട്ടായി വരുന്നുണ്ട്, ഇതുണ്ടോ, ഇതുപോലെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. നമ്മൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം കുക്കായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ് റെഡിയായി വരുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു മെഴുക്കുവരട്ടി ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഇടയ്ക്ക് കമൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇനിയിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാകത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിൽ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് അതൊക്കെ ഒന്ന് കുത്തി ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.